cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'ma make hella sure that I don't become you. I have no regrets, yeah, I'll tie up my chest. I'll never forget what it's like to be in debt. Been stabbed in the back bed, I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. So fight and die for the things you know you love. Do what you think is right and see life do what you want. So give me all the scars, I'm a human being. Cover them with tattoos so you can't see. Knew it from the start, you had problems with me and the things I could be, I just wish I had seen. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിസാൻ മാഗ്നൈറ്റ് XC ബേസ് മോഡലിൻ്റെ ടോട്ടൽ മോഡിഫിക്കേഷനും അതിൻ്റെ കോസ്റ്റും. അതായത് ഒരു സാധാരണക്കാരൻ ഒരു XC ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട മോഡിഫിക്കേഷനും അതിൻ്റെ കോസ്റ്റുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സാധാരണക്കാരൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട മോഡിഫിക്കേഷൻ മാത്രമേ നമ്മൾ ഈ വണ്ടിക്ക് അതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ലോക്ക്ഡൗണിന് മുമ്പായിട്ടാണ്. അപ്പോൾ ആരും ലോക്ക്ഡൗൺ ടൈമിൽ ആവശ്യമില്ലാതെ വെളിയിൽ ഇറങ്ങാനൊന്നും പോകരുത്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം വെളിയിൽ ഇറങ്ങുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിഡ് പ്ലേറ്റ് കമ്പനി വരുമ്പം ബ്ലാക്ക് കളറാണ്. നമ്മളത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ടോപ്പ് മോഡൽ പോലെ ആക്കിയിട്ടുണ്ട്. അതിന് പെയിൻറ്റിങ് കോസ്റ്റ് ഓൾമോസ്റ്റ് എനിക്ക് ആയത് ഒരു 1000 റുപ്പീസാണ്. പിന്നെ നോക്കുമ്പോൾ ഈ നിസാൻ്റെ ബാജിങ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസാണ് ആയത്. ഇത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ലിങ്ക് ചോദിച്ചു. ഞാനത് വാങ്ങിക്കഴിഞ്ഞ ടൈമിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. പിന്നെ ഞാനത് നോക്കിയിട്ട് ആ പ്രൊഡക്റ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ലിങ്ക് നിങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് തരാൻ കഴിയാഞ്ഞത്. ഇത്രയും മോഡിഫിക്കേഷനാണ് ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഫ്രണ്ടിൽ നിന്ന് ഓൾമോസ്റ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്തൊരു അടുത്ത മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ മിറർ ഗ്ലോസി ആക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ചെറിയൊരു മോഡിഫിക്കേഷനിലൂടെ വണ്ടിയുടെ ലുക്ക് നല്ലോണം എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്യാമറയ്ക്കകത്തേക്കൂടെ നോക്കുമ്പോൾ എത്രമാത്രം ഒരു ഫിനിഷിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ലൊരു ലുക്കായിട്ട് തോന്നുന്നുണ്ട്. അത് ചെറിയൊരു മോഡിഫിക്കേഷൻ തന്നെ വണ്ടിയുടെ ലുക്ക് നല്ലോണം എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വരുമ്പം ചെയ്ത മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ വീൽ കപ്പ് ഇത് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ചെയ്തതാണ്. ഇത് താമസിക്കാതെ നമ്മൾ ഇതിനകത്ത് അലോയ് വീൽ കയറ്റുന്നതായിരിക്കും. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഇനിയും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീൽ കപ്പ് ഇത് സ്കോർപ്പിയോക്കൊക്കെ വരുന്ന ടൈപ്പ് വീൽ കപ്പാണ്. ഇത് ഉൾവശം സിൽവർ ആയതുകൊണ്ടാണ് ഈ വീൽ കപ്പ് മേടിച്ചിട്ട്. ഇത് നല്ലോണം ഇതിന് ചേരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 1500 എങ്ങാണ്ടേ എനിക്ക് ആയിട്ടുള്ളൂ ഇതിൻ്റെ കോസ്റ്റ്. സൈഡ് മിറർ പെയിൻറ്റ് ചെയ്തതിന് എനിക്ക് 2 മിററൂടെ 800 റുപ്പീസ് ആയിട്ടുണ്ട്. ഇതാണ് സൈഡിൽ നിന്നുള്ള ഒരു ഓവർ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം.
പിന്നെ നമ്മളിതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആവശ്യമില്ലാതെ ഒരു മോഡിഫിക്കേഷൻ ബാക്കിൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസ് മോഡലാണെങ്കിൽ തന്നെ ഇതിനകത്തിൽ റിയർ വൈപ്പറും ഡിഫോഗറും റൂഫ് റെയിൽസും സ്പോയിലറും എല്ലാം വരുന്നുണ്ട്. ഇതിനകത്തിൽ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ വെറുതെ അതിൻ്റെ പേരിൽ പൈസ കളയേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിൽ പിന്നെ നമ്മളൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ നൈറ്റ് വിഷൻ ക്യാമറയാണ് ഇത്. റിവേഴ്സ് ലൈറ്റ് നമ്മളിടുമ്പം ഇവിടെ ലൈറ്റും കത്തുന്നുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറയാണ്. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത മോഡിഫിക്കേഷനൊന്നും ബാക്കിൽ ചെയ്തിട്ടില്ല. പിന്നെ കുറേ പേര് എന്നോട് ഇത് ഷാർഫിൻ ആൻറ്റിന ആക്കാൻ പറഞ്ഞു. ഷാർഫിൻ ആൻറ്റിന ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ആൻറ്റിനയുടെ റിസപ്ഷൻ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാൻ. നമ്മളിപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ വശം കൂടെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഷാർഫിൻ ആൻറ്റിന ഒന്നും ആക്കാഞ്ഞത്. പിന്നെ അടുത്ത സൈഡിലോട്ട് വരുമ്പോൾ മറ്റേ സൈഡിൽ കണ്ട പോലെ തന്നെ അധികം മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പെട്രോൾ എന്ന് പറഞ്ഞ ഒരു ബാജിങ് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ. അത് മറ്റേ നമ്മൾ ഫ്രണ്ടിലത്തെ സ്റ്റിക്കറിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു മോഡിഫിക്കേഷൻ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഹോണ് നമ്മളെപ്പോഴും മോഡിഫൈ ചെയ്തപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അത്യാവശ്യമുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹോണ് ഇത് വരുമ്പം റൂട്ട്സിൻ്റെ ഹോണാണ്. ഇതെനിക്ക് ഫിറ്റിംഗ് ഉൾപ്പെടെ ആയത് 1000 രൂപീസാണ്. ഇപ്പം നല്ല ശബ്ദമുണ്ട്. വേണേൽ നിങ്ങളൊന്ന് ശബ്ദം കേൾപ്പിച്ചേക്കാം. ഒന്നടിച്ചോ മതി. അപ്പം ഹോണ് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വരുമ്പം സെൻട്രൽ ലോക്കിങ്ങിൻ്റെ അലാറത്തിൻ്റെയാണ്. സെൻട്രൽ ലോക്കിങ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കിങ് ഞാൻ കാണിച്ചു തരാം. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സും അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, പിന്നെ നമ്മൾ ചെയ്ത മോഡിഫിക്കേഷൻ വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ ലോക്കിങ് ഓട്ടോകോപ്പിൻ്റെയാണ് ചെയ്തത്. അതിന് ഒരു 6000 രൂപീസായി. പിന്നെ കീക്ക് 1500, ടോട്ടൽ ഒരു 7500 സെൻട്രൽ ലോക്കിങ്ങിനും കീക്കുമായിട്ട് മാത്രമായിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പം സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഡോർ അൺലോക്ക്ഡ് ആണ്. നമ്മളിപ്പോൾ കീ ഓണാക്കി ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പം ഡോറ് തന്നെ ലോക്കാവും. കണ്ടോ, തന്നെ ലോക്കായി. അതുപോലെ തന്നെ നമ്മളിപ്പം വണ്ടി ഓടിക്കഴിഞ്ഞ് വണ്ടി നിർത്തി നമ്മൾ കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ വണ്ടി അൺലോക്കാവും. അങ്ങനെയൊക്കെ ചെറിയ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് സെൻട്രൽ ലോക്കിങ്ങിന്. പിന്നെ ഇതിനകത്തിൽ അലാറം ഒക്കെ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിങ്ങിന്. പിന്നെ അടുത്ത് ചെയ്തൊരു മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതാണ് നമ്മൾ ചെയ്ത അടുത്ത മോഡിഫിക്കേഷൻ. ഇതിന് ഓൾമോസ്റ്റ് 1500 ആയിട്ടുള്ളൂ. ഇത് നമ്മൾ സ്കോഡ വോക്സ് വാഗൻ ഒക്കെ വരുന്ന സെയിം മോഡൽ കീ ആണ്. ഇതിന് ബാക്കിൽ നിസാൻ്റെ ഒരു ബാജിങ് അവർ ഒട്ടിച്ചു തന്നായിരുന്നു. ഇതിനകത്തിൽ ലോക്കും അൺലോക്കും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഡിക്കി തുറക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് കത്തും. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ഇത് സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇത് നമ്മൾ അല്ലാതെ എക്സ്ട്രാ ചെയ്യിച്ചാണ് ഈ ഫ്ലിപ്പ് കീ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലോട്ട് കയറാം. ഉള്ളിൽ ചെയ്ത മോഡിഫിക്കേഷൻ കാണിച്ചു തരാം. ആദ്യം തന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്തത് നാപ്പ ലെതർ സീറ്റ് കവറാണ്. ഇത് എനിക്ക് ഓൾമോസ്റ്റ് ആയത് 6000 രൂപീസാണ്. 6000 രൂപയ്ക്ക് പുള്ളിക്കാനത് ചെയ്ത് തന്നു. നമുക്ക് ഡിസ്കൗണ്ട് തന്നായിരുന്നു. ഒറിജിനൽ പ്രൈസ് 8500 അടുപ്പിച്ച് വരുമായിരുന്നു. പിന്നെ സീറ്റ് കവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി സീറ്റ് കവറാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ഡ്യുവൽ ടോണിലാണ് വരുന്നത്. മണ്ടവശം ഈ ടാൻ കളറും അടിവശം ഈ ബ്ലാക്ക് കളറും. അതായത് ഫ്രണ്ട് ടാനും ബാക്ക് ബ്ലാക്ക് കളറും. നല്ല കംഫർട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ സീറ്റ് വരുമ്പോൾ തന്നെ നല്ല കംഫർട്ടുണ്ട്. സീറ്റ് കവറോടെ ചെയ്തപ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലെതർ ആയതുകൊണ്ട് ഫാബ്രിക്കിനെക്കാട്ടി കുറച്ച് ചൂട് നമ്മൾ ഫീൽ ചെയ്യും. അതേ ഉള്ളൂ ഒരു പോരായ്മ. പിന്നെ നമ്മൾ അത്തോട്ട് കയറുമ്പം ചെയ്ത മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് സിസ്റ്റം ചെയ്തത് സോണി ലെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് നമ്മൾ ചെയ്തത്. ഇത് 9 ഇഞ്ച് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 2 GB റാമും 16 GB റോമും വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതിനകത്തിൽ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. GPS, യൂട്യൂബ്, ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഇതിനകത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തായിരുന്നു. അത് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പം ഓട്ടോമാറ്റിക്കലി ആവുന്നതായിരിക്കും. റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ സ്പീക്കർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹാർമൺ ഇൻഫിനിറ്റിയുടെ കോയാക്സിൽ സ്പീക്കറാണ് ചെയ്തത്. 4 സ്പീക്കറിനൂടെ അറൗണ്ട് 5000 ആയിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ തന്നെ സ്പീക്കറാണ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് സ്പീക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് ട്വിറ്റർ വെക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പോണൻസ് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. 2 സൈഡിലും ബേസ് മോഡലിൽ തന്നെ ട്വിറ്റർ വെക്കാനുള്ളൊരു പ്രൊവിഷനും അവർ കൊടുത്തിട്ടുണ്ട്. 4 ഡോറിൽ നമ്മൾ ഇൻഫിനിറ്റിയുടെ കോയാക്സിൽ സ്പീക്കറാണ് വെച്ചത്. വേണമെങ്കിൽ കമ്പോണൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യാവുന്നേ. നമുക്ക് ഇതിനകത്ത് ഹാൻഡ്ലെസ് കോളിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്റ്റീറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഞാൻ ബുക്ക് ചെയ്ത സാധനം കിട്ടാനില്ല. അത് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ഞാൻ ചെയ്യാം. അത് കടല ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞ് ഞാൻ പുള്ളിക്കാരനും ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സാധനം കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കോൾ ചെയ്യാനുള്ള മൈക്ക് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പില്ലറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കോളിങ്ങിനൊക്കെ, അതൊന്നും സീനില്ല. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു എന്ത് സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്യാഞ്ഞെന്ന്. എനിക്ക് ഈ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ട് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്തിൽ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇത് പിടിക്കാൻ തന്നെ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ല നെക്കും പ്രസ്സാവുന്നുണ്ട്. നല്ല സോഫ്റ്റ് സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇടാഞ്ഞത്. എനിക്കതിൻ്റെ ആവശ്യമുള്ളതുപോലെ തോന്നിയില്ല, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഗൈസ്, പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് അത്ര പ്രകാശമൊന്നുമില്ല. അപ്പം നമ്മൾ ഹെഡ്ലൈറ്റ് നോക്കിയപ്പം ഒറിജിനൽ സാധനം എങ്ങും കിട്ടാനില്ല. കാരണം എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒറിജിനൽ നൈറ്റ് ഐയുടെ ഒറിജിനൽ സാധനം നമ്മൾ വാങ്ങുന്നതായിരിക്കും. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് അലവിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത മോഡിഫിക്കേഷൻസ്. ഇതിനകത്തിൽ നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടി, അതായത് പ്രാക്ടിക്കാലിറ്റി ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ഇതിനകത്ത് മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എനിക്ക് അയക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു 34,700. ഇതിനകത്ത് ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ടോട്ടൽ മോഡിഫിക്കേഷൻ അയക്കുന്നതെന്ന് വെച്ചാൽ 34,700. അതായത് സ്കിഡ് പ്ലേറ്റ് 1000, നിസാൻ്റെ ബാഡ്ജിങ് വരുമ്പം 400, പിന്നെ ഹോൺ 1000, സീറ്റ് കവർ 6000, മ്യൂസിക് സിസ്റ്റം 12,500, സ്പീക്കർ 5,000, മിറർ 800, സ്കിഡ് പ്ലേറ്റ് 1000. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഞാൻ എല്ലാത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പം നോക്കിയാൽ മതി. അപ്പോൾ ടോട്ടൽ മോഡിഫിക്കേഷൻ കോസ്റ്റ് എനിക്ക് അയക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 34,700. 34,700 മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ മോഡിഫിക്കേഷൻ അലോയ് വീൽസ്, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇത് കഴിഞ്ഞിടുന്നതായിരിക്കും. അപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞ് സമയം പോലെ അത് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മോഡിഫിക്കേഷൻ വീഡിയോ. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടൊക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഈ വണ്ടിയുടെ അല്ല ഏത് വണ്ടിയുടെ ആയാലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ.